ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എഗ് ബുർജിയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എഗ് ബുർജിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താറാവ് മുട്ട ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 3 സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും. ഇവയെല്ലാം നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ എഗ് ബുർജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും തയ്യാറാക്കി നോക്കണം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എഗ് ബുർജിയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് സവോള ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവോളയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ സവോളയ്ക്കും തക്കാളിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ മുട്ട ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മുട്ടയിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്തൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു കളറിന് വേണ്ടി. ഇപ്പം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടി. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര മുട്ടയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിനൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാൻ ഇഷ്ടമാണ്, ഈ സമയത്ത് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിവിടെ അടിച്ചു വെച്ചിരിക്കുന്ന ഉപ്പ് ഇട്ടിട്ടാണ് ഞാനിവിടെ മുട്ട അടിച്ചു വെച്ചിരുന്നത്. അതിട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുക്കണം. ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്യാത്തൊരു ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എഗ് ബുർജിയാണിത്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് ബുർജിയാണിത്. നമ്മളിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ചട്ടിയിൽ ഇങ്ങനെ പറ്റി പിടിക്കുമ്പോഴൊക്കെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ പാകമാണെന്ന് നോക്കണം. നമ്മൾ മുട്ടയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ മുകളിലൊക്കെ ഉപ്പായിട്ട് നമുക്ക് ഉപ്പ് കൂടുതലായിട്ട് തോന്നിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളുടെ മുട്ടയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്തൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ മുട്ടയൊക്കെ ഒന്ന് കൂടിയിരിക്കണം, നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ എഗ് ബുർജിയൊക്കെ തയ്യാറായി വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ നന്നായിട്ട് നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എഗ് ബുർജിയൊക്കെ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എഗ് ബുർജിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.